ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ 50 ദിവസത്തിനുള്ളിൽ 10 കോടി പേർ പങ്കെടുത്തതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. കേരളത്തിലും പര്യടനം പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തെ യാത്രയിൽ ഇന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പങ്കെടുക്കും. പാലക്കാട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നും നാളെയും യാത്രയുടെ ഭാഗമാകും. അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘം റാഞ്ചിയ ചരക്കു കപ്പലിൽ നിന്ന് 15 ഇന്ത്യക്കാരുൾപ്പെടെ 21 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. യുദ്ധത്തിൽ അനാഥരായവർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനാചരണം ഇന്ന്. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ, ജയിൽ പരിഷ്കരണം തുടങ്ങി സുപ്രധാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വിശദാംശങ്ങളിലേക്ക്. ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിൽ ഇന്നലെ ആരംഭിച്ച DGP IG തല ഉദ്യോഗസ്ഥരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ, തീവ്രവാദവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾക്കൊപ്പം നിർമ്മിത ബുദ്ധി, ഡീപ് ഫേക്ക് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ചും ചർച്ചകൾ നടക്കും. പാർലമെന്റ് പുതിയതായി പാസാക്കിയ ക്രിമിനൽ നിയമങ്ങളുടെ നടപ്പാക്കൽ സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ 50 ദിവസത്തിനുള്ളിൽ 10 കോടി പേർ പങ്കെടുത്തതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. വികസിത ഇന്ത്യയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ യാത്രയെന്നും 2047ഓടെ വികസിത ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് ഇത് സംഭാവന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ കൂടുതൽ പേർ പങ്കെടുക്കുന്നത് വഴി കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വർദ്ധിക്കുമെന്നും ശ്രീ ഠാക്കൂർ പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കേരളത്തിലെ പര്യടനം പുരോഗമിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ യാത്രയിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. കവടിയാർ വിമൻസ് ക്ലബ്ബിൽ രാവിലെ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രാ പരിപാടികളിൽ ഇന്നും നാളെയും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പങ്കെടുക്കും. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും യാത്ര പര്യടനം തുടരുന്നു. അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘം റാഞ്ചിയ ചരക്കു കപ്പലിൽ നിന്ന് 15 ഇന്ത്യക്കാരുൾപ്പെടെ 21 ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. നാവികസേന സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ച INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലാണ് രക്ഷാദൌത്യത്തിലേർപ്പെട്ടത്. MV ലീല നോർത്ത് എന്ന ചരക്കു കപ്പലാണ് സൊമാലിയൻ തീരത്തിന് സമീപം ഇന്നലെ വൈകുന്നേരത്തോടെ റാഞ്ചിയത്. റാഞ്ചിയവർ കപ്പലിലില്ലെന്ന് കമാൻഡോകൾ സ്ഥിരീകരിച്ചതായി നാവികസേന പ്രസ്താവനയിൽ വ്യക്തമാക്കി. തന്ത്രപ്രധാനമായ ജലപാതകളിലെ വിവിധ കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന ബ്രിട്ടീഷ് സൈനിക സംഘടനയായ UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസാണ് കപ്പൽ റാഞ്ചിയെന്ന് റിപ്പോർട്ട് ചെയ്തത്. ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പൃഥ്വി വിഖ്യാൻ സമഗ്ര പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 4797 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി 2021-26 കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അന്തരീക്ഷവും കാലാവസ്ഥാ ഗവേഷണവും, സമുദ്ര സേവനങ്ങൾ, പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച്, ഭൂകമ്പ ശാസ്ത്രം, ഭൌമശാസ്ത്രം എന്നിങ്ങനെ 5 മേഖലകൾ പൃഥ്വി വിഖ്യാൻ പദ്ധതിയിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ മികച്ച സംവാദങ്ങളും ഘടനാപരമായ നിയമങ്ങളുടെ രൂപീകരണവും ഉറപ്പാക്കുന്നതിന് ജനപ്രതിനിധികളെ ബോധവൽക്കരിക്കാൻ സഹായിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല നിയമ വിദഗ്ധരോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിൽ കോർപ്പറേറ്റ് ഭരണത്തിലെ മികവിനുള്ള 23ാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ദേശീയ പുരസ്കാരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിൽ കമ്പനി സെക്രട്ടറിമാർ പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് ശ്രീ ബിർല പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ 2 ദിവസത്തേക്ക് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
ഇവിടങ്ങളിൽ അതിശൈത്യം തുടർന്നേക്കും. അടുത്ത 2 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ രാത്രിയിലും രാവിലെയും ഇടതൂർന്ന മൂടൽമഞ്ഞ് തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, തെക്കൻ തീരത്തെ ആന്ധ്രാപ്രദേശ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഇടിയോടും മിന്നലോടും കൂടിയ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ പ്രവചനത്തിലുണ്ട്. കേരളത്തിൽ 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച 2024 7ാമത് പതിപ്പിൽ പങ്കെടുക്കാനായി മൈ ജിഒവി പോർട്ടലിൽ ഇതുവരെ 1 കോടിയിലധികം പേർ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. പരിപാടിയുടെ ഭാഗമായി ഈ വർഷം 4000-ലധികം പേർ പ്രധാനമന്ത്രിയുമായി സംവദിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ മന്ത്രിമാർക്ക് വകുപ്പുകൾ അനുവദിച്ചു നൽകി. പേഴ്സണൽ, ആഭ്യന്തരം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് തുടങ്ങി 8 വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ഉപമുഖ്യമന്ത്രി ദിയ കുമാരിക്ക് ധനകാര്യം, ടൂറിസം, വനിതാ ശിശു വികസനം തുടങ്ങി ആകെ 6 വകുപ്പുകളുടെ ചുമതല നൽകി. ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബൈർവയ്ക്ക് സാങ്കേതികവും ഉന്നത വിദ്യാഭ്യാസവും ഗതാഗതവും ഉൾപ്പെടെ 4 വകുപ്പുകളാണ് നൽകിയത്. മുതിർന്ന നേതാവ് ഡോക്ടർ കിരോരി ലാൽ മീണയ്ക്ക് ഗ്രാമവികസനം, കൃഷി, ദുരന്ത നിവാരണം തുടങ്ങി 5 വകുപ്പുകളുടെ ചുമതല നൽകി. മെഡിക്കൽ, ആരോഗ്യ വകുപ്പ് ഗജേന്ദ്ര സിംഗ് ഖിൻവസാറിനും, വ്യവസായം, വാണിജ്യം, ഇൻഫർമേഷൻ ടെക്നോളജി, യുവജനം, കായികം എന്നീ വകുപ്പുകൾ കേണൽ രാജ്യവർദ്ധൻ റാത്തോഡിനും നൽകി. ഇന്ന് യുദ്ധത്തിൽ അനാഥരായവർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനം. യുദ്ധത്തിൽ അനാഥരാക്കപ്പെട്ടവരുടെ ദുരിതങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ജനുവരി 6 ഈ ദിനാചരണം നടത്തുന്നത്. ഒരു റിപ്പോർട്ട്. ഫ്രഞ്ച് സംഘടനയായ SOS എൻഫാൻസ് ഇൻ ഡെട്രസ് ആണ് യുദ്ധത്തിൽ അനാഥരാക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിനാചരണം ആരംഭിച്ചത്. അനാഥരാക്കപ്പെട്ടവരെ ഓർമ്മിക്കുക, സംഘർഷബാധിത പ്രദേശങ്ങളിലെ യുവജനതയ്ക്ക് പിന്തുണ നൽകാനുള്ള കടമകളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതവും പ്രാധാന്യമർഹിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുണിസെഫിന്റെ കണക്ക് പ്രകാരം യുദ്ധം മൂലം അനാഥരാക്കപ്പെടുന്നവരിൽ ഏറിയ പങ്കും കുട്ടികളാണ്. ഇതിൽ 95% 5 വയസ്സിന് മുകളിലുള്ളവരാണ്. യുദ്ധത്തിൽ രക്ഷിതാക്കളിൽ ഒരാളോ 2 പേരുമോ നഷ്ടപ്പെട്ട 18 വയസ്സിന് താഴെയുള്ളവരെയാണ് യുണിസെഫ് അനാഥരായി പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായും യുണിസെഫ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഗസയിൽ സർക്കാർ രൂപീകരണം ആലോചിക്കുമെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്. ഗസയുടെ നിയന്ത്രണം നിലവിൽ ഹമാസിന്റെ കൈകളിലല്ലെന്നും സുരക്ഷാ ഉത്തരവാദിത്തം ഇസ്രായേലിന് തന്നെയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗസയിൽ യുദ്ധം തുടരുന്നതായും കഴിഞ്ഞ 24 മണിക്കൂറിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ട്രെയിനിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ബൈനാപോൾ എക്സ്പ്രസ് 4 കോച്ചുകളിലാണ് ആക്രമണമുണ്ടായത്. ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. ട്രെയിൻ ധാക്ക സ്റ്റേഷനിലേക്ക് എത്തുന്നതിനിടെയാണ് തീ പടർന്നത്. മ്യാൻമറിൽ പ്രധാന നഗരമായ ലൌക്കയാങ്ങിന്റെ നിയന്ത്രണം സർക്കാർ വിരുദ്ധ സംഘത്തിന്റെ കയ്യിലായി. സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയുധം വച്ച് കീഴടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന നഗരത്തിന്റെ നിയന്ത്രണം ദി 3 ബ്രദർഹുഡ് അലയൻസ് ആണ് പിടിച്ചെടുത്തത്. മ്യാൻമാർ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആർമി, താങ് നാഷണൽ ലിബറേഷൻ ഡേ, അരക്കൻ സൈന്യം എന്നിവയുടെ സഖ്യമാണ് ദി 3 ബ്രദർഹുഡ് അലയൻസ്. ഓസ്ട്രേലിയക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. 142 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ഇന്ത്യയ്ക്കായി അർദ്ധ സെഞ്ചുറി നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് 19.2 ഓവറിൽ 141 റൺസ് നേടിയിരുന്നു. പരമ്പരയിലെ 2ാമത്തെയും 3ാമത്തെയും മത്സരങ്ങൾ ഈ മാസം 7, 9 തീയതികളിൽ നടക്കും. ഈ മാസം 12 മുതൽ 16 വരെ നാസിക്കിൽ നടക്കുന്ന 27ാമത് ദേശീയ യുവജനോത്സവത്തിന്റെ ലോഗോയും ചിഹ്നവും പ്രകാശനം ചെയ്തു. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും പങ്കെടുത്ത വെർച്വൽ പരിപാടിയിലായിരുന്നു പ്രകാശനം. വികസിത് ഭാരത് 2047 എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് യുവതലമുറയെ പ്രചോദിപ്പിക്കാൻ ദേശീയ യുവജനോത്സവം വഴിയൊരുക്കുമെന്ന ഔദ്യോഗിക പ്രസ്താവനയിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ 50 ദിവസത്തിനുള്ളിൽ 10 കോടി പേർ പങ്കെടുത്തതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. കേരളത്തിലും പര്യടനം പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തെ യാത്രയിൽ ഇന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പങ്കെടുക്കും. പാലക്കാട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നും നാളെയും യാത്രയുടെ ഭാഗമാകും.
അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘം റാഞ്ചിയ ചരക്കു കപ്പലിൽ നിന്ന് 15 ഇന്ത്യക്കാരുൾപ്പെടെ 21 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. യുദ്ധത്തിൽ അനാഥരായവർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനാചരണം ഇന്ന്. ഓസ്ട്രേലിയക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.